ഭഗവാന്റെ ഒരു നാമം തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിലെ ഭഗവാന്റെ സ്വരൂപത്തെയും ആനന്ദം എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ആനന്ദസ്ഫുരദനുഭവാഭ്യാം, അത് തൻ്റെ ഉള്ളിലുള്ള അനുഭവം, ആ അനുഭവം തന്നെയാണ് ആനന്ദം. ആ ആനന്ദം ഭഗവാന്റെ നാമമാണ്, ഭഗവാന്റെ സ്വരൂപമാണ്. അത് കൃഷ്ണനായിക്കോട്ടെ, നാരായണനായിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, ഏത് ദേവീ രൂപമോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ രൂപം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. സ്വരൂപം എല്ലാവരുടെയും ഒന്നാണ്. യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണി, ഈ ജഗത്തിന് മുഴുവൻ സാക്ഷിയായിട്ട് ബ്രഹ്മാവ് തൊട്ട് ഒരു ചെറിയ ഉറുമ്പ് വരയ്ക്കും ഒരേ ഒരു സ്വരൂപം തന്നെയാണ്. അത് നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഈ സ്തോത്രങ്ങളും എല്ലാം അതിന് ഒരു ഉദാഹരണമാണ്. കാരണം വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന് ഒരു നാമം ശിവായ നമഃ എന്നൊരു നാമമുണ്ട്. അത് പിരിച്ച് പിരിച്ച് പറയണവർക്ക് അറിയാം, ഇല്ലെങ്കിൽ അല്ലാതെ പറയണവർക്ക് ഞാൻ പറഞ്ഞുതരാം. സർവ ശർവ ശിവസ്ഥാണു. ശിവ എന്ന വാക്ക് മഹാവിഷ്ണുവിൻ്റെ നാമമാണ്. അതേപോലെ രുദ്രന്റെ നാമം വിഷ്ണു തന്നെയാണ്. ഇനി ശിവ എന്ന വാക്കിന് മംഗളം എന്നർത്ഥമാണ്. വിഷ്ണു എന്ന വാക്കിന് വ്യാപനശീലമുള്ളത് എന്നർത്ഥം. വേദം പറയണത് തത് വിഷ്ണോഹോ പരമം പദം, പരമമായ പദം എന്താണോ അത് തന്നെയാണ് വിഷ്ണു, അത് തന്നെയാണ് ശിവൻ, അത് തന്നെയാണ് ദേവി. ബ്രഹ്മവിദ്യാസ്വരൂപിണ്യേ നമഃ. ആ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായിട്ടിരിക്കുന്നതും പരമേശ്വരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് എന്തൊക്കെയോ മൂടി വച്ചിരിക്കണം, ഒരു പുറം മോടി, അതിനെയാണ് രൂപം എന്ന് പറയുന്നത്. ആ രൂപത്തെയൊക്കെ അഴിച്ചാൽ ഏതൊന്നാണോ അവശേഷിക്കുന്നത് തദേകോവശിഷ്ട ശിവക്കേവലോഹം. ഉള്ളില് ആ മംഗളസ്വരൂപമായിട്ടുള്ള ആത്മാവ് തന്നെയാണ് ഉള്ളിലിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ സ്വരൂപം. അതിനൊരു ഉദാഹരണം, ഇപ്പോ സ്വർണത്തില് ഒരു രാമനെ ഉണ്ടാക്കി വെച്ചിരിക്കണു, ലക്ഷ്മണനെ ഉണ്ടാക്കി വെച്ചിരിക്കണു, ഹനുമാനെ ഉണ്ടാക്കി വെച്ചിരിക്കണു, ഈ ദശാവതാരങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, കൊലുബൊമ്മ പോലെയൊക്കെ. രാവണനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അസുരഗണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ പോയിട്ട് ഇതിന് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? ഈ രാമൻ മതി, ലക്ഷ്മണൻ മതി, അല്ലെങ്കിൽ സീത മതി, ഹനുമാൻ മതി എന്നൊക്കെ സെലക്ട് ചെയ്യും അല്ലേ? കാരണം എന്താ? നമ്മൾ അത് സ്വർണം എന്നൊരു പൊരുളിൽ ഉപരി രൂപത്തിൽ പോയി ഐഡന്റിഫൈ ചെയ്യണം. അതേ സമയത്ത് കള്ളം വന്ന ഏറ്റവും ആദ്യം രാവണനെ ആയിരിക്കും എടുക്കുന്നത്. കാരണം 10 തല എക്സ്ട്രാ 9 തലയും കൂടെ ഉണ്ട് സ്വർണത്തിൽ അല്ലേ? അപ്പോ കള്ളനെ പോലെ ഇരിക്കണം എന്നാണ്. കനകൈക മഹാദൃഷ്ടി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. കനകം അതിൻ്റെ രൂപം ഒരു മാലയായിരിക്കും, മോതിരമായിരിക്കും. ഈ രൂപത്തിലൊന്നും നമ്മൾ പോയി അഡിക്റ്റ് ആവാതെ ആ രൂപം എന്തുകൊണ്ട് ഈ രൂപം രൂപീകരിക്കപ്പെട്ടിരിക്കണു എന്നുള്ള വസ്തു മാത്രം, ആ വസ്തുവിനെ മാത്രം, അതാണ് ബാലകൃഷ്ണൻ നായർ സാറിനെ പോലെ വസ്തു ഒന്നേ ഉള്ളൂ. ആ വസ്തു തന്നെയാണ് അലയായിട്ടിരിക്കുന്നത്, തിരമാലയായിട്ടിരിക്കുന്നത്, ചുഴിയായിട്ടിരിക്കുന്നത് ഒക്കെയും ആ വസ്തു തന്നെയാണ് സുനാമി ആയിട്ടും വരണത്. അപ്പോൾ വസ്തു ഒന്നാണ്. ആരായുകിൽ അലകൾ നീരായിടും, ഭണവും നാരായിടും, കുടവും പാരായിടും എന്ന് നാരായണ ഗുരുസ്വാമി. ആരാഞ്ഞു നോക്കിയാൽ നീരാണ് സർവവും അല്ലേ? കടൽ എന്ന് പറയുന്നത് മുഴുവൻ നീരാണ്. ഇറ്റ് ഈസ് ഓൾ മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ. വെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വസ്തുവിനെ അറിയണവന് ദുഃഖമില്ല. ഗംഗ എന്നും യമുന എന്നും ഒക്കെ അഭിമാനിച്ച് ഒഴുകിക്കൊണ്ടിരിക്കണു പുഴകൾ. ആ പുഴകൾ എന്ത് ചെയ്യണു? അവസാനം യഥാ നദ്യാം സ്യന്തമാനാഹ സമുദ്രം അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. അത് സമുദ്രത്തിനെ നോക്കി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഗംഗ എന്നുണ്ടോ യമുന എന്നുണ്ടോ? അതിൻ്റെ പേര് സമുദ്രം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ
ഇപ്പൊ പ്രതീഷ് എന്നോ ശാന്തകുമാരി എന്നോ പല പേരിൽ ഇവിടെ ഉണ്ട്. ഈ പേരെല്ലാം വാസ്തവത്തില് ഒരേ ഒരു പേരാണ്. അത് കൃഷ്ണനെന്നോ രാമനെന്നോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ വച്ചിട്ടാണ് ഭട്ടതിരി ഇവിടെ ഭഗവാന്റെ സ്വരൂപത്തെ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി രൂപത്തിനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം, ആത്മാവിന്റെ സ്വരൂപമാണ് ആനന്ദം. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്, ആത്മാവിന്റെ സ്വരൂപം തൈത്തിരീയ ഉപനിഷത്തിലെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സത്യം എന്ന് പറയുന്നത് ഉള്ള പൊരുൾ, ജ്ഞാനം എന്ന് പറയുന്നത് ആ അറിവ്, ഞാനുണ്ട് എന്നുള്ളൊരു അറിവ്. ആ അറിവ് തന്നെയാണ്. ആരെങ്കിലും ഞാനില്ല എന്നറിഞ്ഞാൽ നമുക്ക് ദുഃഖം വരില്ലേ? ഞാനില്ല അല്ലേ? ആ ഞാനുണ്ട്, രാവിലെ എണീറ്റപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു ആനന്ദം, പിന്നെയാണ് ദുഃഖം വരണത് അല്ലേ? ഉണർന്ന് കഴിയുമ്പോഴും. അതുപോലെ ആ ഞാനുണ്ട് എന്നുള്ള അറിവ് തന്നെയാണ് വലിയൊരു ആനന്ദം. വേറെ എന്തൊക്കെ ഉണ്ട്? ഞാനില്ല എന്ന് പറഞ്ഞാൽ ആനന്ദം ഉണ്ടാവുമോ? സുഖ സൗകര്യമൊക്കെ ഉണ്ട്, ഞാനില്ല, ആനന്ദമില്ല. അനുഭവിക്കാൻ ഞാൻ വേണം എന്ന് തോന്നണുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആ ഞാനിനാണ്. ആ ഞാനിനെ അറിയലാണ് അധ്യാത്മം. ആ ഞാനാണ് സാക്ഷാത് ഈശ്വരൻ എന്ന് ഭട്ടതിരി ഇവിടെ പറഞ്ഞു. ഇനി അടുത്തെന്താ പറഞ്ഞത്? ഞാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തുള്ളതിനൊക്കെ വെച്ച് ഐഡന്റിഫൈ ചെയ്യും. കടൽ പോലെ ഇരിക്കും. ഇപ്പൊ ഇവിടുന്ന് കടൽ പോലെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ കടലിനെ പോയി തേടും. അല്ലെ മഴ പോലെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ മഴയിൽ പോയി നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കും. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഗോഡ് പാർട്ടിക്കിളിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ല വിതല്ല സുതല്ല രസാതല എന്ന് പറഞ്ഞ് പെരിച്ചാഴിയെ പോലെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോഡിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇനി മുകളിൽ ആകാശത്തോട്ട് സ്പേസിലോട്ട് ചന്ദ്രനിലും അവിടെയൊക്കെ ഭഗവാൻ ഉണ്ട്. ഇനി സൂര്യനിൽ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ആരും ഇപ്പോൾ പോയിട്ടൊന്നുമില്ല. ബാലകൃഷ്ണൻ നായർ സാറ് പറയണമെന്ന് വെച്ചാൽ ചന്ദ്രനിലൊക്കെ വലിയ കാര്യത്തിൽ പോയിട്ട് വന്നവർ എന്ത് കൊണ്ടുവന്നു വെച്ചാൽ ഒരു പിടി മണ്ണ് കൊണ്ടുവന്നു. ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് പോയി എടുത്തിട്ട് വന്നത്. ഇനി സൂര്യനിൽ പോയി കാണാമെന്ന് വിചാരിക്കും. ഒരു കുട്ടി പറഞ്ഞു ഞാൻ സൂര്യനിലേക്ക് പോകാൻ പോവാണ്. പോകുമ്പോൾ അവിടെ പൊട്ട അവിടെ വലിയ ചൂടാണ്. ഞാൻ രാത്രിയാണ് പോണത്. അങ്ങനെ പൊട്ടനൊന്നുമല്ല, ഞാൻ രാത്രിയാണ് പോണത്. അതുപോലെ എവിടെയൊക്കെ പോയാലും ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ ഒന്നുമില്ല. തന്നെ അറിയാതെ എവിടെയൊക്കെ പോയി നമ്മൾ അവകാശം സ്ഥാപിച്ചാലും അതിലൊക്കെ ദുരിതമുണ്ട്. അതുകൊണ്ട് താൻ കണ്ടതിനെ വെച്ചൊക്കെ ഇത് ഈശ്വരനാണ്, ഇത് ഈശ്വരനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈശാവാസ്യം ഇതം സർവം, ഇതെന്തിനാണ്? ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. ടീച്ചറെ ഞാൻ ഈശ്വരനായിട്ട് കണ്ടാൽ എനിക്ക് ടീച്ചറോട് എന്തെങ്കിലും ഹർട്ട് ചെയ്യാൻ പറ്റുമോ? ഈശ്വരനോട് ആരെങ്കിലും ഹർട്ട് ചെയ്യുമോ? ഇതിനാണ് ഈശാവാസ്യ ഉപനിഷത്തൊക്കെ വച്ചിരിക്കുന്നത്. ഒരാൾ വലിയ ദേഷ്യക്കാരൻ, അയാൾ വന്നുടൻ ആചാര്യൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. ഒരു ചൈനയിൽ നടന്ന സംഭവമാണ്. ആചാര്യൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉണ്ട്. എവിടെയുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ ആരാ? അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പോയി കണ്ടുപിടിക്കുകയാണ്. വലിയ ദേഷ്യക്കാരൻ. ആദ്യം പോയി നോക്കി, കണ്ടില്ല. കുറേ പേരെ നോക്കി, കണ്ടില്ല. പിന്നെ ഓരോരുത്തരെ സൂക്ഷ്മമായിട്ട് നോക്കി. ദേഷ്യം വരേണ്ട, ദേഷ്യപ്പെടാനും വയ്യ. കാരണം ഇയാൾ ഈശ്വരനാണെങ്കിലോ എന്ന് പേടിച്ച് ദേഷ്യപ്പെടാനേ പറ്റിയില്ല. ഒരു മാസം ഒക്കെ ഇങ്ങനെ ഫുൾ കറങ്ങിയിട്ട് ആചാര്യൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതാരാ ഇതിൽ? എനിക്ക് ആരെ കണ്ടാലും ഈശ്വരനെ പോലെ തോന്നണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു അത് നീയാണെന്ന് പറഞ്ഞു. അത് ആദ്യമേ പറഞ്ഞാൽ അത് തന്നെ വിരോചനനെ പോലെ കണ്ണാടി പോയി നോക്കിയിട്ട് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് പോയി കണ്ണാടി ആശ്രമമൊക്കെ കെട്ടിക്കളയും. ഇത് എല്ലാവരിലും ഈശ്വരനെ കണ്ടു കഴിഞ്ഞപ്പോൾ നീന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സർവാത്മഭാവം വന്നു കഴിഞ്ഞു. അവൻ ആരെടുത്തും ഹെർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും പോയിട്ട് ഈശ്വരൻ ഇതിലാണെന്ന് ആരോപിച്ചാൽ അവിടെയും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ഭട്ടതിരി പറയാണ് അനുപമിതം. എൻ്റെ അനുഭവം ഞാൻ ഏതെങ്കിലും കൊണ്ട് ഉപമിക്കാൻ പറ്റുമോ? ഈശ്വരനെ നമുക്ക് ഈ കാണപ്പെടുന്ന പ്രകൃതിയിൽ, ലിമിറ്റഡ് ആയിട്ടുള്ള പ്രകൃതിയിൽ ഉപമിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ നാമം എന്താ? അനുപമിതം. ഉപമിക്കാനേ പറ്റില്ല. ആനന്ദം നമുക്ക് ഉപമിക്കാനേ പറ്റില്ല. പറ്റുമോ? നമ്മൾ ഉപമിക്കണ ആനന്ദമൊക്കെ അല്പമാണ്, കുറച്ച്. ആനന്ദമയ കോശം എന്ന് പറയും. കുറച്ച് നേരത്തേക്ക് ഒരു ആനന്ദം വരും അല്ലേ? ഇഡ്ഡലി ഒന്ന് കഴിക്കുമ്പം ഒന്നുകൂടെ കിട്ടിയാൽ മതി എന്ന് തോന്നും. ഒന്നുകൂടെ കിട്ടി 3, 4, 5, 6, 7, 8 പിന്നെ വടിയെടുക്കും, അടിക്കും, ഓട്ടിക്കും വിളമ്പണ ആളെ. ആദ്യം ചിരിച്ച് സ്വീകരിച്ച ആളെ തന്നെ നമ്മൾ അടി ഓട്ടിക്കും. എത്ര വലിയ ലഡു പ്രിയനാണെങ്കിലും ശരി അല്ലേ?
എത്ര കഴിക്കാൻ പറ്റും? ഒരളവ് വരയ്ക്ക് അല്ലേ? ആ അളവിനപ്പുറത്ത് പോയാൽ അത് പിന്നെ അവർക്ക് പുളിച്ചുപോയി, അവർക്ക് വിഷമായി, ദുഃഖം വന്നുപോയി ഇല്ലേ? അപ്പോൾ ഇതിനെ ഉപമിക്കാനേ സാധ്യമല്ല, അനുപമിതം എന്ന് പറയണു. രമണ മഹർഷി അക്ഷരമണമാല എന്നൊരു പാട്ടിൽ പറയണു, ഓങ്കാരപ്പൊരുൾ ഒപ്പ് ഉയർവില്ലോ ഉണൈ യാരറിവാർ അരുണാചല. ഈശ്വരനെ അറിഞ്ഞു, ഈശ്വരനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പലരും തുള്ളിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട് റോഡിലൊക്കെ അല്ലേ? ഓങ്കാരത്തിന്റെ പൊരുളായിട്ടുള്ള ഈശ്വരനെ അതിൻ്റെ ഒപ്പം നിന്നറിയാൻ ആരുമില്ല, അതിനേക്കാൾ ഉയരത്ത് നിന്നറിയാനും ആരുമില്ല. അതുകൊണ്ട് ഉനൈ ആരറിവാർ അരുണാചല. ഉപനിഷത്തെ പറയണു, നവിത്മോ നവിജാനീമോ. ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയാണ്, ഞാനും അറിഞ്ഞിട്ടില്ല, എന്നാൽ അറിയാതിരിക്കണമില്ല, എനിക്കിത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാനും അറിയില്ല. അല്ലെ? ശാന്തി ആർക്കെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമോ? വെളിയിൽ ശാന്തി ഉള്ളതുപോലെ നടന്നിട്ട് ഉള്ളിൽ അശാന്തി വെച്ചുകൊണ്ട് നടക്കാം, അത്രേ പറ്റുള്ളൂ. എല്ലാവരെയും പറ്റിക്കാൻ എളുപ്പമാണ്. ഒരു 3 കുറി ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് സുഖമായിട്ട് പറ്റിക്കാം അല്ലേ? വലിയ ആചാര്യനെ പോലെയൊക്കെ ഇരുന്നിട്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിലോ എനിക്ക് സുഖം ഉണ്ടാവുമോ? അതാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ ചോദിക്കുന്നത്, അശാന്തസ്യ കുതസുഖം. അശാന്തിയായിരിക്കണവന് എവിടെ സുഖം? സുഖമേ ഇല്ല. അതുകൊണ്ട് ആ സുഖം വരണമെങ്കിൽ തനിക്ക് സർവാത്മഭാവം വരണം, എല്ലാത്തിലും ഈശ്വരനെ കാണണം, സർവത്തിലും ഈശ്വരനെ കാണണം. യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. അമ്മ ഇന്നലെ ചോദിച്ചു, എന്താ നിന്നെ പറയേണ്ടത്? അമ്മ എന്ന് തന്നെ പറഞ്ഞു. സർവഭൂതങ്ങളിലും ദേവി മാതാരൂപത്തിൽ ഇരിക്കുകയാണ്. ആ മാതാരൂപത്തിന്റെ കരുണയാണ് ഇപ്പൊ അടുത്തിരുന്ന് കേൾക്കണത്, തലോടണത്, വിളിക്കണത്. അത് ഒരു ടീച്ചർ എന്നൊരു വ്യക്തിപരമായിട്ടുള്ള വിളിയല്ല, അത് ഉള്ളിലിരിക്കണ പരമേശ്വരി വിളിപ്പിക്കണതാണ്. നമുക്ക് ഉള്ളിൽ ആനന്ദത്തെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊക്കെ കരുതേണ്ടത്. അങ്ങനെ കണ്ടാൽ നമുക്ക് ഒരു ഗുരു അല്ലെങ്കിൽ ഒരു വ്യക്തി ഡിവൈനായി മാറും. ഒരു മക്കളെ നമ്മൾ ഈശ്വര സ്വരൂപമായിട്ട് കണ്ടാൽ അല്ലേ, ഡിവൈനായി. നമ്മൾ കുടുംബത്തിനെ ഈശ്വരനായിട്ട് കണ്ടാൽ ഡിവൈനായി. അത് ഉപാസനയ്ക്ക്. പക്ഷേ അതിനെ പോയി, ആ രൂപത്തിനെ പോയി ഈശ്വരൻ എന്ന് കണ്ടാൽ നമ്മൾ പെട്ടുപോയി. ഒരു ഗുരുവിനെ കണ്ടിട്ട് അത് ഈശ്വരനാണെന്ന് പോയി കണ്ടിട്ട് നമ്മളെ കുഴപ്പമാണ്. എന്നിട്ട് ആ ഗുരുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും ആവണില്ല, ഒന്നും വരണില്ല അല്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പം അതുകൊണ്ട് അനുപമിതം, ഇതിനെ വെളിയിൽ ഒരു വസ്തുവുമില്ല ഉപമിക്കാൻ. ഇതുപോലെ അതുപോലെ എന്ന് പറയാൻ ഒരു വസ്തുവുമില്ല. പിന്നെന്താ? കാല ദേശാവധിഭ്യാം. കാലം ദേശം ഒക്കെ ഉണ്ടാവും. പൂജാവിധികൾ കേരളത്തിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയാൽ വേറെ വിധിയായി. നമ്മളിവിടെ നിക്ഷിപ്തമായിട്ട് കഴിക്കണ ആഹാരം കൽക്കട്ടയിലെ ബ്രാഹ്മണർ മീനില്ലാതെ കഴിക്കില്ല. എന്താന്ന് വെച്ചാൽ അവർക്ക് അത് പുഴയിലൂടെ നീന്തി കളിക്കണം മുരിങ്ങയ്ക്ക. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവേയില്ല. അപ്പോൾ കാലം ദേശം വരുമ്പോൾ ഇതെല്ലാം മാറിപ്പോയി അല്ലേ? വേറെ രാജ്യത്തിൽ പോയാൽ ഇപ്പം നമ്മൾ രാവിലത്തെ സന്ധ്യാവന്ദനം ജപമൊക്കെ ചെയ്യണം. വേറെ രാജ്യത്തിൽ ഇപ്പോൾ കൂർക്കം വലിച്ച് ഉറങ്ങാണ്. കാലം ദേശമൊക്കെ പോയാൽ ഈ സത്യം മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം അനുപമിതമായിട്ടുള്ള ഈ അനുഭവം ഉണ്ടല്ലോ, എവിടെ ചെന്നാലും, വേദമില്ലാത്തടത്തായാലും, രാമായണം ഇല്ലാത്തടത്തായാലും, മഹാഭാരതം ഇല്ലാത്തടത്തായാലും, ബൈബിൾ ഇല്ലാത്തടത്തായാലും ആ അനുഭവം യൂണിവേഴ്സൽ ലോ ആണ്, എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ് ഇല്ലേ? ഞാൻ ഇല്ലാന്ന് ആരും ഈ യൂണിവേഴ്സിൽ പറയണേ ഇല്ല. ഒരു ചെറിയ എറുമ്പ് വരയ്ക്കും ഞാൻ എന്നുള്ള അഭിമാനം ഉണ്ട് ഉള്ളിൽ. ഞാൻ സ്ഫുരിച്ചുകൊണ്ടിരിക്കും. അത് പോയാൽ അത് നിശ്ചലാവും അല്ലേ? അത് പോയാലാണ് അത് നിശ്ചലമാവണത്. അതുകൊണ്ട് അതിന് കാലം ദേശം ഒന്നുമില്ല. കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന് വെച്ചാൽ അത് ഒന്നിലും ഒട്ടിയിട്ടില്ല എന്നർത്ഥം. എന്തിൽ നിന്നാണ് മുക്തം? നമ്മൾ വലിയ കാര്യത്തിൽ മുക്തം എന്നൊക്കെ പറയണുണ്ടല്ലോ. മുക്തി കിട്ടും, അവിടെ പോയാൽ മുക്തി കിട്ടും, ഇവിടെ പോയാൽ മുക്തി കിട്ടും, ഏതോ ക്ഷേത്രത്തിൽ പോയാൽ മുക്തി കിട്ടും. എന്താ ഈ മുക്തം? അത് എന്തിൽ നിന്നാണ് നമ്മൾ ഒട്ടലില്ലാതിരിക്കേണ്ടത്? വാസ്തവത്തിൽ ഈ മായയാണ് നമ്മളെ ഒട്ടിപ്പിക്കണത് അല്ലേ? പശ ഇല്ലെങ്കിലും പോയി ഒട്ടണം. എന്തുകൊണ്ടാണ്? മായ. ഈ മായയിൽ നിന്നും മുക്തമാവല്. അപ്പൊ ഈ മായ എന്താന്ന് നേരത്തെ പറഞ്ഞു? ജഗത്ത്. ഈ ജഗത്തിൽ വി ഓൾ ആർ ഇൻക്ലൂഡഡ്. നമ്മളെല്ലാവരും ഇൻക്ലൂഡഡ് ആണ്.
നമ്മളെന്ന് പറയണ ഈ രൂപം ഭാവം ഒക്കെ ഈ ജഗത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ജഗത്ത് മായയാണ്. ഈ മായയിലാണ് നമ്മൾ പോയി ഒട്ടണത്. ഇത് ഇല്ലാന്ന് കണ്ടാൽ നമുക്ക് വല്ല ഒട്ടലുണ്ടാവോ? സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു, വിഷമിച്ചുകൊണ്ടേയിരുന്നു, അച്ഛൻ അടിച്ചുകൊണ്ടേയിരിക്കണു, എന്നെ ബാക്കിൽ അടിച്ചുകൊണ്ടേയിരിക്കണു, അച്ഛൻ ഇതൊന്ന് അടി നിർത്തിയെങ്കിൽ എന്ന് വിചാരിക്കണു. പെട്ടെന്നൊരു ഗ്ലാസ് വീണു, ഉണർന്നു കഴിഞ്ഞു. അച്ഛനും പോയി, അടിയും പോയി, എല്ലാം പോയി. പിന്നെ ആരെങ്കിലും പോയി അയ്യോ അച്ഛ ഇനി അടിക്കരുതെന്ന് പറയോ? എണീറ്റിട്ട് ആന ഓട്ടിച്ചു സ്വപ്നത്തിൽ. ഉണർന്നു കഴിഞ്ഞപ്പോൾ ആനയില്ല, ഒന്നുമില്ല. കട്ടിലിൻ്റെ അടിയിൽ പോയി എൻ്റെ കുത്ത ഓടിച്ച ആന എവിടെ നോക്കോ? ഇല്ല. ഇല്ലേ? എന്തുകൊണ്ടാ? അത് വാസ്തവമല്ല എന്ന് മനസ്സിലായി. എപ്പോ ഈ ജഗത്ത് വാസ്തവമല്ല എന്ന് നമുക്ക് മനസ്സിലായോ, അപ്പൊ സ്വമേധയാ പോയി ഒട്ടില്ല. ആണോ? ചട്ടി എപ്പോ കൈ ചുട്ടോ, അല്ലേ? നമ്മൾ സ്വാമി പറയണം, എപ്പോഴും കേൾക്കണ ഒരു പാട്ടാണ്, ചട്ടി ചുട്ടുതടാ കൈ വിട്ടുതടാ എന്ന്. എപ്പോ ചട്ടി നല്ല ചൂട് വന്നോ കൈ അങ്ങ് വിട്ടുകൊടുത്തു. കുരങ്ങൻ്റെ അവസ്ഥ പോലെ കൈ വിട്ടുകൊടുത്തപ്പോൾ മുട്ടായി അങ്ങോട്ട് വിട്ടപ്പോൾ അതും പിടിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഒരാൾ ഗംഗാക്കരയിൽ നിന്നിട്ട് ഒരു കമ്പിളി ഒഴുകി പോണ കണ്ടിട്ട് ഇദ്ദേഹം ചാടി. നല്ല കമ്പിളി, ഹിമാലയൻ കമ്പിളിയാണെന്ന് പറഞ്ഞിട്ട് പോയി ചാടി പിടിക്കാൻ വേണ്ടി പിടിച്ചിട്ട് അവിടെ കിടന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അപ്പോൾ അവിടെ കണ്ടുകൊണ്ട് നിന്നവരൊക്കെ പറഞ്ഞു, നമ്മളാരും പറഞ്ഞിട്ടല്ലല്ലോ നീ ചാടിയത്, അതിനെ വിട്ടിട്ടിങ്ങ് വരൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനിത് എപ്പോഴേ വിട്ടു, ഇതെന്നെ വിടണില്ല, ഇത് കരടിയാണെന്ന്. കമ്പിളിന്ന് കണ്ടു, അത് കരടി. ഇതുപോലെയാണ് ഈ സംസാരം. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പോയി അങ്ങോട്ട് ഒരു പിടി പിടിക്കും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ പ്രഭാഷണം കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ ഇതൊക്കെ വിടാം. നമ്മൾ വിടും, പക്ഷെ ഇത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലേ? അതാണ് ഈ മായ. ഈ മായയിൽ നിന്നും നമ്മൾ മുക്തമാവണം. അതുകൊണ്ട് കാലദേശാവധിഭ്യാം നിർമുക്തം. ഒരു കാലത്തിലും ഒരു ദേശത്തിലും പോയി ഒട്ടാതെ, എന്ന് വെച്ചാൽ മായയിൽ ഒട്ടാതെ നിർമുക്തമായിരിക്കുന്നത് ആരാണോ അവനാണ് ഈശ്വരൻ, അവനാണ് കൃഷ്ണൻ. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിഗമ കൽപ്പതരോഹോ ഗളിതം ഫലം. ഒരു കൽപ്പതരു, വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൽ നിന്നും അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്? ഈ ഫലം. ഗളിതം ഫലം, മുറിഞ്ഞു വീണ്, ഉർവാരുഗമിവ ബന്ധനാത്, അല്ലേ? അത് മുറിഞ്ഞു വീണതായിട്ടുള്ള ഈ ഗളിതം ഫലം, വീണുപോയി കിടക്കണ ആ ഫലം, നല്ല മാധുര്യം, അല്ലേ? മധുരം. ആ മാധുര്യത, അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട്. വേദത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ട്നെസ്, ആ ചണ്ടിയല്ല, അല്ലേ? പോയി വേദത്തിൽ തന്നെ കടിച്ചുകൊണ്ടിരുന്ന കഴിക്കും. എപ്പോഴാണോ വേദത്തിൻ്റെ പൊരുളായ ആ അനുഭവം ഉള്ളിൽ വരണോ, മധുരം വന്നുകൊണ്ടേയിരിക്കും. അതെപ്പോ പാകമാവണം, അല്ലേ? പെയിൻ്റ് അടിച്ച് വെച്ചാൽ പറ്റില്ല. നല്ലൊരു മാങ്ങ വന്ന് നല്ല പഴുത്തതുപോലെ പെയിൻ്റ് അടിച്ച് വെച്ചാൽ കാര്യമുണ്ടോ? ഇല്ല. അതൊക്കെ ഈ വേഷം ഒക്കെ നമ്മളെ ഇട്ടുകൊണ്ട് വരണില്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വെളിയിൽ കാണിക്കാം നമ്മൾ നല്ല പഴുത്തതാണെന്ന്, ഉള്ളിലും പോടായിരിക്കും, അല്ലേ? അപ്പോൾ ഇതാ മരത്തിൽ നിന്ന് വേദവിഹിതമായി ആ മരത്തിൽ തന്നെ നിന്ന് 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 പക്വപ്പെട്ട് ആ മരം ആരാന്ന് വെച്ചാൽ ഗുരുവാണ്. ഗുരുവാണ് ആ വൃക്ഷം. ആ ഗുരുവിൽ നിന്ന് പക്വപ്പെട്ട് പാകപ്പെട്ട് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കോ? മരം പോയി ചോദിക്കോ? അല്ലയോ മരമേ, ഞാൻ വീഴട്ടെ എന്ന് ചോദിച്ചിട്ടാണോ വീഴണത്? താനെ വീഴും. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഭഗവാനെ എനിക്ക് സന്യാസാശ്രമത്തിലേക്ക് വന്നാൽ കൊള്ളാം. അപ്പോൾ അദ്ദേഹം, രമണ ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പോൾ ഗൃഹസ്ഥൻ അഭിമാനിച്ചുകൊണ്ടിരിക്കണോ, കുറച്ച് കഴിഞ്ഞാൽ നീ സന്യാസിന്ന് അഭിമാനിക്കും. രണ്ടിടത്തും ഈ അഭിമാനം പോണില്ല. ഈ അഭിമാനം എപ്പോൾ ഇല്ലാതായി ജ്ഞാനത്തെ അറിഞ്ഞോ, അപ്പോഴാണ് വാസ്തവത്തിലെ സന്യാസമായിരിക്കണത്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞു. ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് ഗീതയിൽ ഭാഷ്യത്തിൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞതുപോലെ ആ ജ്ഞാനമായിട്ട് തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, തിരിച്ച് നമ്മളെപ്പോലെ തിരിച്ച് അപ്പുറത്തൊന്ന് ചോദിക്കണമാണല്ലോ നമ്മളെയൊക്കെ പതിവ്. പിന്നെ എന്തിനാ ഭഗവാൻ വീട് വിട്ട് ഇറങ്ങി വന്നേന്ന് ചോദിച്ചു അത്ര. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഉന്നമാതിരി കേട്ടിട്ട് ഇരിക്കല്ലേ ആരുടെയും, ഞാൻ നിന്നെ പോലെ എല്ലാവരുടെയും പോയിട്ട് ഞാൻ പോട്ടെ എന്ന് ചോദിക്കണമൊന്നുമില്ല. എപ്പോഴാണോ ആ പഴം പഴുത്തത് അപ്പോൾ സ്വമേധയാ വന്നു വീഴും. അത് പഴുത്തെന്ന് നമ്മൾ സ്വമേധയാ ചിന്തിക്കേ വേണ്ട. നമുക്കിപ്പോൾ ജ്ഞാനം കിട്ടിയെന്നൊരു തോന്നലുണ്ടെങ്കിൽ
കിട്ടിയിട്ടില്ല എന്നർത്ഥം. അതാണ് കേനോപനിഷത്ത് പറയണത്. ആരറിഞ്ഞു എന്ന് വിചാരിക്കണോ അവൻ അറിഞ്ഞിട്ടില്ല, ആരറിഞ്ഞില്ല എന്ന് വിചാരിക്കണോ, അറിഞ്ഞില്ല എന്ന് വിചാരിക്കണത് വലിയൊരു അറിവാണ്, അവൻ അറിഞ്ഞിരിക്കണോ എന്നർത്ഥം. അപ്പോൾ ബാക്കി വിദ്യകളെല്ലാം ഹെഡ് വെയിറ്റ് തരും, ബ്രഹ്മവിദ്യ മാത്രം നമ്മളെ ഹെഡ് വെയിറ്റിൽ നിന്ന് ഹെഡേ ഇല്ലാതാക്കും. ഹെഡാണ് കുഴപ്പം, ബുദ്ധിയാണ് കുഴപ്പം. ആ ഹെഡേ ഇല്ലാതെ നമ്മളെ ആക്കി മൃദുവാക്കി മാറ്റും. അതുകൊണ്ട് നിഗമ ശതസഹസ്രേണ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വേദം പറയുകയാണ്. ആരെ? ഭഗവാനെ. അപ്പോൾ വേദത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ കാണിച്ചു തരല്. ആ ഭഗവാൻ ആരാ? വേദം തന്നെ പറയണു, ആത്മായ നമഃ. ശിവൻ ഒരു നാമം, ആത്മായ നമഃ. ആത്മാവ് തന്നെ, ഞാൻ തന്നെ. അഹം ആത്മാ ഗുഡാകേശ എന്നാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് എവിഡൻസാണ് വേണ്ടത്? നമ്മൾ പറയണതാണോ എവിഡൻസ്? അല്ലെങ്കിൽ ടീച്ചർ പറയണതാണോ? ജഗദ്ഗുരുവായ കൃഷ്ണനെ പറഞ്ഞിരിക്കണു അഹം ആത്മാ ഗുഡാകേശ. പിന്നെ എന്തിനാ ഈ വിഷമം നമുക്ക്? എന്തിനു ഓർത്താ ദുഃഖിക്കണത്? ഞാൻ ആത്മാവാണ്. ആത്മാവിനെ അക്ലേദ്യോയമദാഹ്യോയം അഛേദ്യോ ശോഷ്യ ഏവച്ച അല്ലേ? അതിനെ മുറിക്കാൻ പറ്റില്ല, കൊല്ലാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. ഹന്യമാനേ ശരീരേ, ഒരു ശരീരത്തിനും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ദുഃഖിക്കണത് എന്തിനാ? എന്നാലും ഉപ്പ് കഷ്ണം അങ്ങോട്ട് കളയാൻ മടി അല്ലേ? അതുകൊണ്ട് ഇവിടെ പറയണു നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം. എങ്ങനെ? നിർഭാസ്യമാനം, പ്രകാശിക്കണത് അല്ലേ? കണ്ണടച്ചിരുന്നാലും ഒരു ഉള്ളിലൊരു പ്രകാശം ഇല്ലേ? ഒന്നും കാണണില്ല എന്ന് കാണണില്ലേ? സൂര്യന് ആ കഴിവില്ല. സൂര്യന് ഇരുട്ടിനെ കാണാനുള്ള കഴിവുണ്ടോ? ഇരുട്ടിന് സൂര്യനെ കാണാനുള്ള കഴിവുണ്ടോ? ഇല്ല. എപ്പോൾ സൂര്യൻ വരണോ അവിടെ ഇരുട്ടില്ല, എപ്പോ ഇരുട്ട് വരണോ അവിടെ സൂര്യനില്ല അല്ലേ? ഇരുട്ടിന് സൂര്യനെ കണ്ടാ പോയി, സൂര്യനായി, വെളിച്ചായി പോയി. സൂര്യന് ഇരുട്ടിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷേ ആത്മാവിന് സൂര്യനെയും കാണാം, വെളിച്ചത്തിനെയും കാണാം, ഇരുട്ടിനെയും കാണാം. തമഃപ്രകാശ വിരുദ്ധ സ്വഭാവാത്. ഇരുട്ടിനെയും കാണാൻ പറ്റും, വെളിച്ചത്തിനെയും കാണാൻ പറ്റണ ഒരു ദിവ്യ സ്വരൂപമാണ് നമ്മുടെ സ്വരൂപം. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രകാശവത്തായത്. വേദം പറയണത് നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. അതുള്ളത് കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്, ചന്ദ്രൻ പ്രകാശിക്കുന്നത്, ചന്ദ്രതാരകങ്ങളൊക്കെ പ്രകാശിക്കുന്നത്. ഇതിൻ്റെ അത്ര പ്രകാശം സൂര്യനോ ചന്ദ്രനോ ഒന്നുമില്ല. അതുകൊണ്ട് തമേവ ഭാന്തം അനുഭാതി സർവം, അതുകൊണ്ടാണ് സർവവും പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള പ്രകാശവത്തായിട്ടുള്ള ജ്യോതിസ്വരൂപമായിട്ടുള്ള ആത്മസ്വരൂപമാണ് സാക്ഷാത് കൃഷ്ണൻ എന്ന് പറയണു. ദൃഷ്ടമാത്രേ അസ്പഷ്ടം, എന്നാൽ കണ്ടാലോ സ്പഷ്ടമേ അല്ല. തെളിഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? എത്ര കേട്ടാലും തെളിയണുണ്ടോ? ഇല്ല. എത്രയൊക്കെ കേട്ടു നോക്കി ഒന്നും വരണില്ല, പഴയ പോലെ തന്നെ അല്ലേ? തദൈവ, എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കേട്ടാലും തദൈവ തദൈവ. അപ്പോ എങ്ങനെ അത് പ്രകാശിക്കും? പുനരുരു പുരുഷാർത്ഥാത്മകം. പുനരുരു, പുനഃ, വീണ്ടും വീണ്ടും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ പുനഃ, വീണ്ടും 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 കേട്ട് കേട്ട് അല്ലേ? പിബത ഭാഗവതം രസം പിബത ആലയം പിബത. ആലയം എന്ന് പറഞ്ഞാൽ ലയിക്കണ വരയ്ക്കും കുടിക്കുക എന്നർത്ഥം അല്ലേ? ആ എന്ന് പറഞ്ഞാൽ ജാഗ്രത്, അകാരം ഇതി ജാഗ്രത്. ആ ജാഗ്രത്തിൽ എണീറ്റ് നിന്നാൽ ഉടൻ ആ എന്ന് പറഞ്ഞ് കരയണില്ലേ നമ്മൾ അല്ലേ? വേദനിക്കണം ആ എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ആ ലയം, ഈ ആ പോയി ലയിക്കണം. എവിടെ? സദ്വസ്തുവിൽ പോയി ലയിക്കുമ്പോഴാണ് ആലയം പിപത. മുഹരഹോ, വീണ്ടും വീണ്ടും ഗുരുവാകുന്ന കൽപ്പക വൃക്ഷത്തിൽ വീണ്ടും വീണ്ടും പോയി വീണ് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. വീണ്ടും 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 വീണ് നമസ്കരിച്ച് ഈ വിദ്യയെ വാങ്ങിച്ചാൽ നമുക്ക്
ശാന്തി സമൃദ്ധമമൃതം. ശാന്തി നമ്മുടെ സ്വരൂപമായിട്ട് വരും. പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. വീണ്ടും 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 നമ്മൾ ആലോചന ചെയ്ത് വിചാരം ചെയ്ത് അനുസന്ധാനം ചെയ്ത് നോക്കുമ്പോൾ ഈ ഭഗവാൻ ഉണ്ടല്ലോ വലിയ മോക്ഷപ്രദായിനിയായിട്ട് നിൽക്കുന്നു. പുരുഷാർത്ഥത്തിൽ ഏറ്റവും വലിയ പുരുഷാർത്ഥം എന്താ? സന്യാസം, മോക്ഷം അല്ലേ? ആ മോക്ഷരൂപമായിട്ട് ഭഗവാൻ നിൽക്കുന്നു, ഫ്രീഡമായിട്ട് നിൽക്കുന്നു. എല്ലാവർക്കും ആവശ്യം ഫ്രീഡമാണ് അല്ലേ? വലിയ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ പോയി ഒന്ന് തുപ്പാൻ ഫ്രീഡം ഉണ്ടോ? ഒന്ന് തുപ്പിയാ കണ്ണ് തുറക്കുമ്പോൾ വേറെ വണ്ടിയിലിരിക്കും അല്ലേ? എന്തൊക്കെ ചെയ്താലും ഫ്രീഡമേ നമുക്ക് കിട്ടില്ല. സാ വിദ്യായാ വിമുക്തയെ. ഏതൊരു വിദ്യയാണോ നമ്മളെ മുക്തമാക്കണത് അതാണ് ഈ ഉപനിഷത്ത് വിദ്യ. ആ ഉപനിഷത്ത് വിദ്യാ സ്വരൂപമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാനെ അറിഞ്ഞറിഞ്ഞു വന്നാൽ ഈ ഉപനിഷത്ത് തന്നെ ഭഗവാൻ, ഈ ഗുരു തന്നെ ഭഗവാൻ. ഈശ്വരഃ ഗുരുഹു ആത്മേതി മൂർത്തിഭേദ വിഭാഗിനേൻ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ. ഈശ്വരൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വന്നിരിക്കണം. ആ അമ്പലത്തിലിരിക്കുന്ന ഈശ്വരനെ നമ്മൾ ഗുരുരൂപത്തിൽ വന്നിരിക്കണം. ഈ ഗുരു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുക്ത. നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ആ ഗുരുവിൻ്റെ ഇച്ഛ എന്താണോ ആ ഇച്ഛ എണ്ണം യതുവോ അതം ചെയ്താൽ, എന്താണോ ഗുരുവിൻ്റെ ഇച്ഛ അത് നമുക്ക് പ്രാവർത്തികമാക്കി തരണം. അതുകൊണ്ട് നേരത്തെ അമ്മ പറഞ്ഞു അതൊക്കെ അമ്മയുടെ ഒരു എക്സ്പ്രഷനാണ്, ഒന്നും വലിയ കാര്യമാക്കാനുള്ള കാര്യമൊന്നുമല്ല, ഒന്നുമല്ല. എന്നാലും അമ്മ തൊട്ട് അമ്മ തന്നെ ആയി, അങ്ങനെ വിചാരിച്ചാൽ മതി. അതിൽ മേലേക്കും ഇല്ല കീഴേക്കും ഇല്ല. ഗുരു എന്ന് പറയണത് എത്ര വലിയ വേദാന്തി ആയാലും ഗുരു മേലേക്കുണ്ടായിരിക്കണം. യാവദായുസ്ത്വയാവന്ധ്യ ഈശ്വരഃ ഗുരുഹു വേദാന്ത. ആയുസ്സുള്ളവരയ്ക്കും വേദാന്തത്തെ, ആ ശാസ്ത്രത്തെയും ഗുരുവിനെയും ഈശ്വരനെയും വണങ്ങി തന്നെ ഇരിക്കണം. അതിനപ്പുറത്ത് നമ്മൾ കടന്നുപോയ പ്രശ്നമാണ്. അതുകൊണ്ട് അമ്മ പലതും പറയും, ഒന്നും വലിയ കാര്യമാക്കേണ്ടതല്ല. അപ്പോൾ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ആ തത്വം എന്താ? ഭഗവാൻ ആരാ? ബ്രഹ്മം. ബ്രഹ്മം എന്താ? ആനന്ദം തന്നെ. ബ്രഹ്മം എന്താ? നമ്മുടെ സ്വരൂപം തന്നെ. ബ്രഹ്മതത്വം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നമുക്ക് പോണ്ട. ഒരു തത്വമുണ്ട്. ഇപ്പോൾ പലർക്കും ചിലർക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും, ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ അറിയാത്ത എന്തോ ഒന്നിനി അറിയാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇത്രയേ ഉള്ളൂ വഴി. ഇല്ലാതെ ഇതെനിക്ക് പറ്റണതല്ല എന്ന് കളഞ്ഞിട്ട് പോകാനല്ല. ഇതൊക്കെ ആർക്കും കെട്ടുകഥ പോലെ ആർക്കൊക്കെയോ നടക്കണം. ഇതൊന്നും എനിക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. നമുക്ക് വീണ്ടും പോയി കുക്കറിൽ വിസിലുണ്ടോ നോക്കാം അല്ലേ? അതല്ല, ഇത് ബ്രഹ്മതത്വം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കണത്. അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണില്ല, നമുക്ക് അറിയാൻ പറ്റണില്ല. അപ്പോൾ എന്താ വഴി? അറിയണ വരയ്ക്കും അല്ലേ? ഈശ്വരൻ നമ്മളെ കാണണില്ലല്ലോ. നമ്മൾ കണ്ടു ഈശ്വരനെ, ഈശ്വരൻ്റെ പദമൊക്കെ നമ്മൾ ഉപനിഷത്തിലൂടെ അറിഞ്ഞു. ഈശ്വരൻ നമ്മളെ കാണണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരാൾ ദൂരം നിൽക്കുകയാണ്, അയാളെ നമുക്ക് കാണണം അല്ലേ? അയാൾക്ക് നമ്മളെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൈയെടുത്ത് കാണിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? ഒരു തവണ കാണിച്ചു, അയാൾ കണ്ടില്ല, ഇനി അയാൾക്ക് എന്നെ വേണ്ട. അങ്ങനെ ചിന്തിക്കുമോ? എത്രത്തോളം അയാൾ കാണുമോ അതുവരെ കാണിക്കും. അതാണ് ഈ നാമജപവും സങ്കീർത്തനവും ഒക്കെ. നമ്മൾ നിത്യനിരന്തരം ഭഗവാൻ എത്രത്തോളം ഇത് കേൾക്കുമോ അതുവരയ്ക്കും സങ്കീർത്തനം ചെയ്യുക. നമ്മൾ ചോദിക്കുന്നത് എത്ര കാലം ചെയ്യണം എന്നാണ് പലരും ചോദിക്കുന്നത് ഗുരുക്കന്മാരുടെ അടുത്ത്. ഒരാൾ പറഞ്ഞു, ഒരു ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എത്ര കാലം ജപിക്കണം? ടിൽ യു ഗെറ്റ് മുക്തി എന്ന് പറഞ്ഞു. അപ്പോൾ മുക്തി കിട്ടിയാലോ അതിന് ശേഷവും ജപിച്ചോളൂ. കാരണം ഇയാൾ തുടങ്ങിയിട്ടില്ലേ, മന്ത്രം വാങ്ങിച്ചതേ ഉള്ളൂ, അതിനിടയ്ക്ക് മുക്തി വരയ്ക്ക് എത്തി, ഒന്ന് ജപിച്ച കൂടെ ഇല്ല. അപ്പോൾ ഇത് ജപിക്കുക, പ്രാവർത്തികമാക്കുക, ആചരിക്കുക. ആചരണം തന്നെ പ്രചരണമായിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം ശാന്തമായിട്ടിരിക്കുമോ അത്രത്തോളം നമ്മൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ റിസ്ക് എടുത്ത് നമ്മളെ പ്രചരിപ്പിക്കാൻ നോക്കിയാൽ അത്രത്തോളം നമ്മൾ കീഴ്പ്പെട്ടു പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ പ്രചരണവും ഒന്നും വേണ്ട, നമ്മൾ ഭഗവാനെ കൈയെടുത്ത് കാണിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഈ ബ്രഹ്മതത്വത്തെ നമുക്ക് അറിയാം, ഗുരുക്കന്മാരിൽ നിന്നൊക്കെ കേൾക്കാം. അപ്പോൾ ആനന്ദം വരണ വരയ്ക്കും നമ്മൾ ആലയം പിബത എന്ന് പറയണത് പോലെ ചെയ്തുകൊണ്ടിരിക്കാം. ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത്. അതെങ്ങനെ ഇരിക്കണം?
പ്രകാശരൂപത്തില് സാക്ഷാത്തായിട്ട് പ്രത്യക്ഷ രൂപത്തില് ഗുരു പവനപുരേ, എവിടെയാ അത്? ഗുരുവായൂരില് ഭഗവാൻ പ്രത്യക്ഷ രൂപത്തില് ഈ ബ്രഹ്മതത്വമായിട്ട് ഇരിക്കണമെന്ന് വാസ്തവത്തിൽ നമ്മൾ ബുക്കൊക്കെ വായിച്ചിട്ട് അർത്ഥം കണ്ടെത്തും. അല്ല, അർത്ഥം ഗുരു എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം, ജ്ഞാനം എന്നർത്ഥം, വെളിച്ചം എന്നർത്ഥം. അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയത്തെ. അന്ധകാരത്തെ ആരില്ലാതാക്കണോ അപ്പോഴേ ഗുരു വരും. അല്ലെങ്കിൽ ഭട്ടതിരിക്ക് ആദ്യമേ ഗുരു പവനപുരേ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ഇത്രയും പറഞ്ഞത്? ഇത്രയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളില് തത്താവത്ത് സ്വയമേവ പ്രകാശിച്ച് പ്രത്യക്ഷ രൂപത്തിൽ അപരോക്ഷമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഭാതി സാക്ഷാത് ഉള്ളിൽ പ്രകാശിക്കണു. ആര്? നമ്മൾ രൂപമായിട്ട് കണ്ട് ആ നാരായണ സ്വരൂപമായിട്ടുള്ള ഗുരുവായൂർ അമ്പലത്തിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളില് സ്വരൂപത്തിൽ വിളങ്ങും. അറിയപ്പെട്ടതും ധ്യാതിർധ്യേയ രൂപ. ധ്യാനം ചെയ്ത രൂപവും ധ്യാനം ചെയ്തവനും ധ്യാനം ചെയ്ത പൊരുളും താനെന്ന് അറിയല്. അപ്പോഴാണ് ഹന്തഭാഗ്യം ജനാനാം. അപ്പോഴാണ് വാസ്തവത്തിലെ ഭാഗ്യം. ഇല്ലാതെ ഗുരുവായൂരൊക്കെ പോയാലുണ്ടല്ലോ, കുറച്ച് ജിമ്മിലൊക്കെ പോവാതെ പോയാൽ ഇടി കിട്ടി വീണു നമ്മൾ, അല്ലേ? അല്ല, നാരായണീയത്തിൽ അവസാനം വച്ചിരിക്കുന്നത് ഗുരു എന്ന വാക്കിന് ആകാശം എന്നർത്ഥം. ആകാശ ശരീരം ബ്രഹ്മ എന്ന് വേദമേ പറയണു. പവനപുരേ, പവനം എന്ന് പറഞ്ഞാൽ എന്താ? വായു. വായു എന്താ? പ്രാണൻ. ഈ പ്രാണനാണ് ഭക്തി, പ്രാണവിദ്യയാണ് ഭക്തി ഉപാസനയൊക്കെ. ഈ പ്രാണൻ എവിടെയൊക്കെയാണ് ചലിക്കണത്? ഈ ആകാശത്തിൽ ചലിക്കണു. ഈശ്വരനുമായിട്ട് സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കണു. ഈശ്വര സമ്പർക്കത്തിന് കേനേഷിതം പദ്ധതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത. ഏതൊരു ദേവനെ കാണാനാണോ പ്രാണൻ നിത്യനിരന്തരം ഉള്ളിലേക്ക് പ്രവേശിച്ച് വെളിയിലേക്ക് വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്, ആ ദേവൻ തത്താവത് ഭാതി സാക്ഷാത് ഉള്ളില് പ്രകാശവത്തായിട്ട് നമ്മുടെ ഉള്ളില് ആനന്ദമായിട്ട് ഒരിക്കലും ഉപമിക്കാനേ സാധ്യമല്ലാത്തതായിട്ടുള്ള സ്വരൂപമാത്രമായിട്ട് ഇരിക്കണു എന്ന് ഇവിടെ ഭട്ടതിരി പറയണു. ഇത് എത്ര കാലം വേണമെങ്കിൽ ഈ ഒരു മന്ത്രം വെച്ചിട്ട് നമുക്കിരിക്കാം, അമ്മയ്ക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇത് എത്രയോ ചുരുക്കിയൊക്കെ പറയാൻ പറ്റിയത് തന്നെ ഭഗവാന്റെ ഭാഗ്യം. ഇനി എത്രത്തോളം ഉള്ളിൽ ഗ്രഹിച്ചു എന്നും അറിയില്ല. ആ ശക്തി തന്നെ ഭഗവാൻ തന്നെ ഉള്ളിലിരുന്ന്, അല്ലേ? തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത് സൂരയഃ. അതേ ഭഗവാൻ തന്നെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലിരുന്ന് പറഞ്ഞ് അവിടെ ആരുടെ ഹൃദയത്തിലിരുന്ന് ഗ്രഹിച്ചു? നാരദൻ്റെ ഹൃദയത്തിലിരുന്ന് ഗ്രഹിച്ചു, അല്ലേ? അതുപോലെ ആ പരമാത്മവസ്തു നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴാണോ ഇത് ഗ്രഹിക്കണത് അപ്പോഴേ ഇത് പ്രകാശിക്കുള്ളൂ. അതുവരയ്ക്കും പ്രകാശിച്ചില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. അതിനുള്ള ആദ്യ പടിയാണ് ഈ സത്സംഗമൊക്കെ, ഈ ജപമൊക്കെ. ആ പടിയിൽ നമ്മൾ വന്നല്ലോ എന്ന് ആശ്വസിക്കുക. ഓക്കെ, ഇത്രയും മാത്രം ഭഗവത് പാദത്തിലും രമണചരണ തീർത്ഥ സ്വാമിയുടെ തൃപ്പാദത്തിലും അമ്മയുടെ പാദാരവിന്ദത്തിലും ഈ നവരാത്രി ദിവസത്തിൽ എനിക്കൊരു അവസരം, ഭഗവത് അനുഭവം അനുഭവിച്ചിരിക്കാനൊരു അവസരം തന്നതിലും ഒക്കെയും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് നിർത്താം.